അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരങ്ങളെ, SIRന്റെ കരട് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ പേര് ഉണ്ടോ എന്നുള്ളത് വളരെ എളുപ്പം നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് എല്ലാവരും തന്നെ നിർബന്ധമായും ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് SIRന്റെ എന്യൂമറേഷൻ ഫോമെല്ലാം പൂരിപ്പിച്ച് കൊടുത്തു. അതിന്റെ റിസൾട്ട് അറിയാനുള്ള ആദ്യത്തെ ഔദ്യോഗികമായ ഒരു മാർഗമാണ് നമ്മുടെ ഈ കരട് വോട്ടർ ലിസ്റ്റ് എന്നുള്ളത്. അതിൽ പേരുണ്ടോ എന്നുള്ളത് നോക്കൽ മാത്രമല്ല, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അതായത് ജനുവരി 22 വരെ നമുക്ക് ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും പുതിയ പേര് ചേർക്കാനും അവസരമുണ്ട്. ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി 21-നാണ്. അതിനുശേഷം എന്തെങ്കിലും മാറ്റം വരുത്താനോ തിരുത്താനോ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാകും. അതിനാൽ ഇപ്പോൾ തന്നെ നമ്മുടെ പേര് കരട് വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, പരിശോധിച്ച് ഉറപ്പുവരുത്തുക. നമ്മുടെ പേര് അതിലുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു 4 മാർഗമാണ് ഞാനിവിടെ പറയുന്നത്. നമുക്കതിലേക്ക് കടക്കാം. ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. അതിന് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റായ voters.eci.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ശേഷം നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്ന ഒരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ നമുക്ക് 3 രീതിയിൽ നമ്മുടെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്ന വിധമാണ് കാണിക്കുന്നത്. അത് വളരെ എളുപ്പമാണ്. അതിനായി ആദ്യം നമ്മുടെ ലാംഗ്വേജ്, ഇതിൽ കാണേണ്ട ഭാഷ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യുകയാണ്. ശേഷം നമ്മുടെ എപ്പിക് നമ്പർ, അതായത് വോട്ടർ ID-യുടെ മുകളിൽ കാണുന്ന നമ്പർ അല്ലെങ്കിൽ SIR എന്യൂമറേഷൻ ഫോമിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ, അതിന്റെ ഏറ്റവും മുകളിൽ നമ്മുടെ എപ്പിക് നമ്പർ ഉണ്ടാകും. അത് കൊടുത്ത ശേഷം താഴെ സെലക്ട് യുവർ സ്റ്റേറ്റ് എന്നതിൽ നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക. കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ശേഷം ക്യാപ്ച എന്ന് കാണാം. അതിൽ മുകളിൽ കാണുന്ന ആ അക്കങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേര് കരട് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് എപ്പിക് നമ്പർ അറിയില്ല എങ്കിൽ നമ്മുടെ പേര് കരട് വോട്ടർ പട്ടിക ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ള അടുത്ത മാർഗം നമുക്ക് നോക്കാം. നേരത്തെ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇത് മറ്റൊരു ഓപ്ഷനാണ്. സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേത് സ്റ്റേറ്റ് എന്നെടുത്ത് നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പേര് SIRന്റെ ഫോമിൽ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ ആ പേര് ഇവിടെ കൊടുക്കുക. ബന്ധുവിന്റെ പേര് SIRന്റെ ഫോമിൽ എന്താണോ കൊടുത്തത് അത് കൊടുക്കുക. ശേഷം ജനനത്തീയതി അല്ലെങ്കിൽ പ്രായം, ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ജനനത്തീയതിയാണെങ്കിൽ അത് കൃത്യമായി കൊടുക്കുക. ശേഷം പുരുഷനാണെങ്കിൽ പുരുഷൻ, സ്ത്രീയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ജില്ല, അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലം ഇവ സെലക്ട് ചെയ്യാം. അത് കൊടുക്കൽ നിർബന്ധമില്ല, കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ശേഷം ക്യാപ്ച എന്ന ഭാഗത്ത് തൊട്ട് മുകളിലുള്ള ആ അക്കങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ശേഷം സെർച്ച് ബട്ടൺ അമർത്തിയാൽ നമ്മുടെ പേരിന്റെ ലിസ്റ്റ് ഇതുപോലെ കാണാവുന്നതാണ്. ഇനി അങ്ങനെ കണ്ടില്ലെങ്കിൽ പേടിക്കേണ്ട, നമുക്ക് മറ്റൊരു മാർഗം നോക്കാം. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ പേര് കരട് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ള മാർഗമാണ് അടുത്തത്. സെർച്ച് ബൈ മൊബൈൽ എന്ന ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് SIRന്റെ ഫോമിൽ നമ്മൾ കൊടുത്ത അതേ മൊബൈൽ നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. ശേഷം ക്യാപ്ച എന്ന ഭാഗത്ത് മുകളിൽ കാണുന്ന അതേ അക്കങ്ങൾ തന്നെ ഇവിടെ കൊടുത്ത് സെൻഡ് OTP എന്ന് കൊടുത്താൽ നമ്മുടെ നേരത്തെ കൊടുത്ത മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP താഴെ എൻ്റർ ചെയ്ത ശേഷം സെർച്ച് ബട്ടൺ അമർത്തിയാൽ നമ്മുടെ പേരിൻ്റെ ലിസ്റ്റ് ഇതുപോലെ കാണിക്കുന്നതാണ്. ഇനി ഇങ്ങനെയും നമ്മൾ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു മാർഗമാണ് ഇനി പറയുന്നത്. അതിനായി ഈ വെബ്സൈറ്റിന്റെ ആദ്യ പേജിലേക്ക് തന്നെ നമ്മൾ ബാക്ക് അടിച്ചു പോകുക. അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വീണ്ടും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. എന്നിട്ട് താഴേക്ക് പോയാൽ ഡൗൺലോഡ് ഇലക്ട്രൽ റോൾ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ആദ്യമായി സ്റ്റേറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ താഴെ ഇയർ ഓഫ് റിവിഷൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി, ഒന്നും ചെയ്യേണ്ടതില്ല. നേരെ താഴെ റോൾ ടൈപ്പ് എന്നുള്ളതും ഫില്ലായിട്ടുണ്ട്.
പിന്നെയുള്ളത് ഡിസ്ട്രിക്റ്റ് ആണ്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളത് നമ്മുടെ നിയമസഭാ മണ്ഡലമാണ്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. താഴെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിട്ടുണ്ട്. ശേഷം ക്യാപ്ച എന്നുള്ളത് തൊട്ടടുത്ത് കാണുന്ന ആ അക്കങ്ങൾ അങ്ങനെ തന്നെ ഫില്ല് ചെയ്യുക. ശേഷം ഡൗൺലോഡ് സെലക്ടഡ് PDF എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് താഴെ സെർച്ച് എന്ന് കാണാം. അതിൽ നമ്മുടെ പോളിംഗ് ബൂത്ത്, സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോളിംഗ് ബൂത്ത് അവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ലിസ്റ്റിൽ നമ്മുടെ പോർഷൻ മാത്രം ചെക്ക് ചെയ്ത് മുകളിലെ ഡൗൺലോഡ് സെലക്ടഡ് PDF എന്ന ബട്ടൺ അമർത്തിയാൽ നമ്മുടെ ഫോണിലേക്ക് അതിൻ്റെ PDF ഡൗൺലോഡ് ആയിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ നമ്മുടെ പേര് ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിശദമായി കുറച്ച് ശ്രമം കൊടുത്ത് തന്നെ നോക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും നോക്കി ഉറപ്പുവരുത്തുക. ഇനി ഇതൊന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ അടുത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ പോയാലോ ഈ കരട് വോട്ടർ പട്ടികയുടെ ലിസ്റ്റ് അവിടെ പരിശോധിക്കാൻ വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ BLOമാരുമായി ബന്ധപ്പെടുക. പ്രിയമുള്ളവരെ, ഇനി പുതിയതായി നമ്മുടെ വോട്ടർ ലിസ്റ്റിലേക്ക് പേര് ചേർക്കാനുള്ള ഫില്ല് ചെയ്യേണ്ട ഫോമാണ് ഫോം 6 എന്നുള്ളത്. അതുപോലെ തന്നെ പ്രവാസികളായ ആളുകൾക്ക് പേര് ചേർക്കാനുള്ള ഫോമാണ് ഫോം 6A എന്ന് പറയുന്ന ഈ ഒരു ഫോം. ഇനി ഈ കരട് ലിസ്റ്റിൽ പേര് വന്നവർ തന്നെ അവർക്ക് എന്തെങ്കിലും തിരുത്തലുകളോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഫോം 8 വഴിയോ അല്ലെങ്കിൽ BLOമാരുമായി ബന്ധപ്പെട്ടോ ആവശ്യമായ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. ഇനി മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആവശ്യമായ രേഖകളുമായി ഹിയറിംഗിന് പോകേണ്ടതുണ്ട്. ഹിയറിംഗ് എവിടെയായിരിക്കും എന്നുള്ളത് നമ്മെ അറിയിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായ രേഖകളുമായി ഹാജരാകേണ്ടതുണ്ട്. എങ്ങനെയായാലും ഈ ഒരു കാര്യം എല്ലാവരും തന്നെ ഗൗരവത്തിലെടുക്കണം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. പരമാവധി മറ്റുള്ളവരെയും ഹെൽപ്പ് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.